എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് റിബൺ ട്വീറ്റേഴ്സാണ്. ഇത് BG-Neo 8 പ്ലാനോ എന്നുള്ള ഒരു ബ്രാൻഡ് ടൈപ്പ് മാഗ്നറ്റിക് സ്പീക്കർ ഡ്രൈവറാണ്. ഇതിന് ഈ ഓപ്പൺ ബാക്ക്, അതായത് രണ്ട് സൈഡും ഒരുപോലെ ഓപ്പൺ ആയിരിക്കും. ഈ ടൈപ്പ് ഡിസൈൻ എന്തിനാന്ന് വെച്ചാൽ ഡൈപോൾ റേഡിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ട്രൂ ഡൈപോൾ റേഡിയേഷൻ. അതായത് നമ്മൾ ഓപ്പൺ ബാഫിൾ സ്പീക്കേഴ്സ് ഒരു ഓഡിയോഫൈൽ റേഞ്ചിലൊക്കെയുള്ള സ്പീക്കർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ബാഫിളിൽ നമ്മൾ സ്പീക്കേഴ്സ് ഡിസൈൻ ചെയ്യാറുണ്ട്, ചിലർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിലേക്ക് ഓപ്പൺ ബാഫിളിലേക്ക് ബെസ്റ്റ് മാച്ചാണ് ഈ ഓപ്പൺ ബാക്ക് ആയിട്ടുള്ള റിബൺ ട്വീറ്റർ. അത് ഈ ടൈപ്പിൽ ഇപ്പോൾ ഓപ്പൺ ബാക്ക് തന്നെ വേണം ഓപ്പൺ ബാഫിളിന് വേണ്ടിയിട്ട് എന്നുള്ള നിർബന്ധമൊന്നുമില്ല, അല്ലാതെ ഉപയോഗിക്കാം, അല്ലാത്ത ട്വീറ്റേഴ്സ് ഉപയോഗിക്കാം. BG-Neo 8 പ്ലാനർ, അതായത് ലോ മാസ് ഉള്ള ഒരു ഡയഫ്രം, വളരെ സെൻസിറ്റീവായ വളരെ തിന്നായിട്ടുള്ള ഒരു ഡയഫ്രം എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ മാസ്, മില്ലിഗ്രാംസ് മാത്രം അങ്ങനെയൊക്കെ വെയിറ്റ് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. ആ രീതിയിലുള്ള അത്രയും തിൻ ഡയഫ്രം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ നമ്മൾ റിസോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ഡയഫ്രം വർക്ക് ചെയ്യുന്നത്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് പോകുമ്പോൾ നമുക്ക് സാധാ ഇപ്പോൾ മാഗ്നറ്റിക് ട്വീറ്റേഴ്സ് ആണെങ്കിലും ഡ്രൈവേഴ്സ് ആയാലും ഏതായാലും ട്വീറ്റേഴ്സ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ട്വീറ്റേഴ്സിൽ അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതിനകത്തോട്ടൊരു കോയിൽ ഉണ്ടാവും. ആ കോയിലിനോട് ബന്ധിപ്പിച്ച് നമുക്ക് ഡയഫ്രം ഉണ്ടാവും, ട്വീറ്ററിൻ്റെ ഡയഫ്രം. ആ ഡയഫ്രത്തിൻ്റെ എത്രയോ കുറഞ്ഞ അളവിലുള്ള മാസിലാണ്. അതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ട്വീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജും ഈ ടൈപ്പിലുണ്ട്. അപ്പോൾ മാസ് കുറയുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആദ്യം പറയുകയാണെങ്കിൽ ആക്യുറസി, വളരെ ഫാസ്റ്റ് റെസ്പോൺസ്. അതായത് മറ്റ് ഡയഫ്രംസ് സിഗ്നലിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ ഇതിൻ്റെ പെർഫോമൻസ്, അതായത് ഇതിൻ്റെ ആക്ഷൻ തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് മറ്റേനാട് ഫാസ്റ്റായിട്ടും വളരെ സെൻസിറ്റീവായിട്ടും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടും ഉള്ള റെസ്പോൺസ്. അത് മാത്രമല്ല അതിൻ്റെ മാസ് വളരെ കുറവായിരിക്കുന്നുള്ള അഡ്വാൻറ്റേജ് മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു സൗണ്ട് അതിലൂടെ ഇപ്പോൾ ഒരു ഫയലിൽ നിന്ന് വരികയാണെങ്കിൽ അത് മറ്റ് ഡയഫ്രം സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സെൻസിറ്റീവായിട്ട് കൂടുതൽ ഔട്ട്പുട്ട് ലെവലിലേക്ക് ഈ ഡയഫ്രത്തിന് ഔട്ട്പുട്ട് തരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത്രയും വ്യത്യാസമുണ്ട് ഇത് രണ്ടും, അതായത് ഈ ടൈപ്പ് ട്വീറ്റേഴ്സും മറ്റ് ട്വീറ്റേഴ്സുമായിട്ട്. പിന്നെ ഫ്രീക്വൻസി റേഞ്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അറൗണ്ട് 1000 മുതൽ ഒരു 20,000 വരെയാണ്. നമ്മൾ ഒരു അറൗണ്ട് 1000 തന്നെ വ്യത്യസ്തമാണ്, വളരെ വെറൈറ്റിയാണ്. 4000 3000 ഒക്കെയാണ് കാണാറ്. 1000 to 20,000 ആണ് ഇപ്പോൾ ഒരു ട്വീറ്റർ റേഞ്ച്, അതായത് ഫ്രീക്വൻസി റേഞ്ച് എങ്കിൽ ഇതിൽ 200 to 20,000 ആണ് ഇതിൻ്റെ റേഞ്ച്. ഇതിൻ്റെ റേഞ്ച് എന്നല്ല, റിബൺ ട്വീറ്റേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 200 to 20,000 ആൻഡ് എബവ്, അതായത് 30,000 അതിലും മേലേക്ക് പോകുന്ന ട്വീറ്റേഴ്സ്, ആ റേഞ്ചിലേക്ക് പോകുന്ന ട്വീറ്റേഴ്സ് ഉണ്ട്. വിലയല്ല കേട്ടോ, ഫ്രീക്വൻസി. അപ്പോൾ ഈ ടൈപ്പിൽ ഡയഫ്രം മെയിൻലി ആ തിൻ അലൂമിനിയം ഡയഫ്രം ആണ് വരിക. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൂടുതൽ ബ്രാൻഡഡിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് അലൂമിനിയം, അതിൽ ആ ഒരു വേരിയേഷൻ മാത്രമാണ് ഇതിൻ്റെ ഡയഫ്രത്തിന് വരിക. ഇപ്പോൾ ഇതിൽ മാഗ്നറ്റ്, ഇപ്പോൾ റൗണ്ട് മാഗ്നറ്റ് അല്ല, ഇതിനകത്ത് നിയോഡിയമിയം മാഗ്നറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ തിന്നായിട്ട് ഈ ഒരു തിക്നെസ്സിൽ കാണുന്നത്. ഓക്കെ, ഇത് ഓവറോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 5-6 mm തിക്നെസ് ഉണ്ടാവുക ടോട്ടലി ഇതുണ്ടാവുക. അപ്പോൾ ആ ഒരു തിക്നെസ് ഉള്ളൂ. ആ തിക്നെസ്സിൽ മാഗ്നറ്റും കോയിലും ഡയഫ്രം എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും വളരെ പവർഫുൾ ആയിട്ടുള്ള നിയോഡിയമിയം മാഗ്നറ്റ് ആയതുകൊണ്ടാണ് അത്രയും ചെറിയ സ്പേസിലേക്ക് ആ പവർ കൊള്ളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഡയഫ്രത്തിൻ്റെ മാസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ട്വീറ്റേഴ്സ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ട്വീറ്റേഴ്സിൻ്റെ ഒരു 50 ഇരട്ടി കുറവ്, 50x കുറവ്. ഇതിൻ്റെ 50 ഇരട്ടി മാസ് വരും ഒരു സാധാ, ഇപ്പോൾ എക്സാമ്പിൾ സിൽക്ക് ഡോം ട്യൂട്ടർ ആണെങ്കിൽ പോലും അത്യാവശ്യം, അതല്ല ഇനിയിപ്പോൾ ബുള്ളറ്റ് ട്യൂട്ടർ ആണെങ്കിൽ അങ്ങനത്തെ ഉള്ള മറ്റ് വേരിയേഷൻസ് ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതിൽ നിന്നുള്ളൊരു അപ്ഗ്രേഡ് എന്ന നിലക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് ഇതിനൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇത് ഫയർ ചെയ്യുന്നിടത്തേക്ക്, നമ്മൾ ലിസണിങ് സ്പേസിലേക്ക് ഫയർ ചെയ്യുന്നിടത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ഈ ലിസണിങ് സ്പേസിൽ നിന്ന് നീളുന്നതോടെ മാറുമ്പോൾ ഞങ്ങൾക്ക് റെസ്പോൺസ് വ്യത്യാസം വരും. മറ്റേ അതല്ല റിബൺ ട്വീറ്റർ അല്ലാത്ത മറ്റേത് ട്വീറ്റേഴ്സ് ആയാലും ശരി, ഫയർ അങ്ങനെയല്ല പോകുക. അതായത് നമുക്ക് ആ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നതില്ല, നമുക്ക് വലിയൊരു വൈഡ് റേഞ്ച് ഉണ്ടാവും ലിസൺ ചെയ്യാനുള്ള സ്ഥലം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കേൾക്കുന്നതും കുറച്ച് ഇങ്ങനത്തെ കേൾക്കുന്നതും വലിയ വ്യത്യാസം കാണില്ല. അതേസമയം ഇത് പെർഫെക്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും, പക്ഷേ
നമുക്കൊരു സ്വീറ്റ് സ്പോട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള ചില ബ്രാൻഡുകൾക്ക് ആ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആ ഡിസഡ്വാൻറ്റേജ് അല്ല, ഒരു സ്റ്റുഡിയോ ലെവലിലോ അല്ലെങ്കിൽ മറ്റൊരു ഇപ്പോൾ ഒരു ലിസണിങ് ഓഡിയോ ഫയൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ അത് ലിസണിങ് സ്പേസ് അവർ പോയി ഇരുന്ന് കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിരുന്നു. അവിടേക്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. ആ കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സ്വീറ്റ് സ്പോട്ട്. ഹെഡ്ഫോൺ വെക്കുമ്പോൾ അത് സംഭവിക്കുന്നില്ലേ, അത് സ്വീറ്റ് സ്പോട്ടാണ് സംഭവിക്കുന്നത് അവിടെ. നമ്മളിപ്പോൾ ഹെഡ്ഫോൺ എടുക്കുമ്പോൾ വേറെ സൗണ്ടും കുറച്ച് വിട്ട് വെച്ചാലുള്ള സൗണ്ടും ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ, അതേപോലെയുള്ള ആ ചെറിയൊരു വേരിയേഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത മറ്റൊരു റിസ്ക് ഇതിനകത്തേക്ക്, അതായത് ഏതൊരു റിബൺ ട്യൂട്ടർ എടുക്കുകയാണെങ്കിലും അതിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോസ് ഓവർ വേണം. ഇതിപ്പോൾ 4 ohms ആണ്. അപ്പോൾ ഇതിലേക്ക് ക്രോസ് ഓവർ നമ്മളിപ്പോൾ ഏത് ഡ്രൈവറാണോ ഇതിൻ്റെ ബാക്കി ഉപയോഗിക്കുന്നത്, ഇപ്പോൾ 3 way ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ 2 way ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഊഫറിൻ്റെ പെർഫെക്റ്റ് ക്രോസ് ഓവർ ആണെങ്കിൽ അതിൻ്റെ യഥാർത്ഥം കിട്ടുള്ളൂ, യഥാർത്ഥ ഔട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 2 വിഷയം നമ്മൾ വളരെ ശ്രദ്ധിച്ചാലേ ഇങ്ങനെയുള്ള ഡിവൈസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സാധനം കിട്ടുള്ളൂ. ഇപ്പോൾ അൺവാണ്ടഡ് ലെവലിലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരുന്നത് സ്വാഭാവികമാണ്. കംപ്ലൈൻറ്റ് വന്നാൽ അത് വളരെ റിസ്ക്കി. അതായത് ഇത്രയും വിലയുള്ള ഇതിപ്പോൾ 2 പെയർ ഇപ്പോൾ ഒരു 14 കൊടുക്കുന്നത്, യൂസ്ഡ് തന്നെ. 1,700 രൂപ അറൗണ്ടാണ് റേറ്റ് വരുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കും. ഇത് യൂസ്ഡ് ആണ്, ഇത് സെയിലിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം കോൺടാക്ട് ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമ്മളെ പോലത്തെ മ്യൂസിക് കേൾക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഇതും വെച്ചിട്ട് അപ്പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവർക്കോ അത് വെച്ച് വേറെ എവിടെയും പോയിരിക്കുന്നവർക്കോ മറ്റൊരു എക്സ്പീരിയൻസ് ആണ്, രണ്ടാമതൊരു എക്സ്പീരിയൻസ് ആണ്. നേരിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല കിട്ടുക, വേറൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക റിബൺ ട്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ. ആ സ്ഥാനത്ത് അവിടെ സിൽക്ക് ഡോം ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പൈസ ഇലക്ട്രിക് ഉപയോഗിക്കുകയാണെങ്കിലോ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക. ഏറ്റവും ബെസ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്നതിൽ ഒന്ന് റിബൺ ട്യൂട്ടർ ആക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്രോസ് ഓവർ നിങ്ങൾക്കിപ്പോൾ ഒരു 2 way ഓർഡിനറി ക്രോസ് ഓവർ നിങ്ങളിപ്പോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുക്കുക. അതല്ല ഓർഡിനറി ക്രോസ് ഓവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.5 ഇപ്പോൾ 105 അതായത് 2.2 3 സംതിങ് ആ റേഞ്ചിലൊക്കെ ഓർഡിനറി കപ്പാസിറ്റർ ഇട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അസംബിൾ ചെയ്യുന്നവർ, സ്വന്തമായിട്ട് ചെയ്യുന്നവരും അല്ലാത്തവരുണ്ട്. ഇപ്പോൾ ഞാനും ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു കോമൺ ലെവലിൽ ജസ്റ്റ് കപ്പാസിറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിലേക്ക് ഇതിലേക്ക് വരുന്ന റേഞ്ച് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തതിൽ കാണുന്നത് ഒരു 4.7 to 6-7 ആ റേഞ്ചിൻ്റെ ഇടയിലേക്കുള്ള ഒരു വേരിയേഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് വരുന്നത്. അതിൽ നിന്ന് ഹൈയിലേക്ക് പോകുമ്പോൾ മിഡിലേക്ക് പോകുന്നു, അതിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ വളരെ കേൾക്കാൻ വളരെ ഫീബിളായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ 2 തരത്തിൽ അതാ പറഞ്ഞു. ഇതിൻ്റെ ക്രോസ് ഓവർ സെക്ഷൻ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഉള്ള ബോക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഒരു സിൽക്ക് ഡൂം ആണെന്ന് വിചാരിക്കുക, ഒരു അലൂമിനിയം ഡൂം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പൈസ ഇലക്ട്രിക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് മാറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിബണിലേക്ക് അപ്ഗ്രേഡ് ചിന്തിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ലിസണിങ് ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ട്രബിൾ കേൾക്കില്ല എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് സാധാരണയിലും കൂടുതൽ ക്ലാരിറ്റിയും ഭയങ്കര ഡീറ്റെയിൽസും ഈ ട്യൂട്ടറിൽ നിന്ന് കിട്ടും. പക്ഷേ രണ്ടും 2 എക്സ്പീരിയൻസ് ആയിട്ട് 2 സ്പേസിലായിരിക്കും എന്നുള്ളതാണ് വ്യത്യാസം. ഒരു സ്വീറ്റ് സ്പോട്ട് ഇട്ടാൽ ഏറ്റവും ബെസ്റ്റ്. അതായത് നിങ്ങൾ ഇന്ന് നേരെ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അത് ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ റേറ്റിൽ നിന്ന് ചെറിയ നെഗോഷ്യബിൾ ആണ്, നിങ്ങൾക്ക് വില അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും, അതിൽ ചെയ്ത് നോക്കുക, കോൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു 4.7 പോളിസ്റ്റർ കപ്പാസിറ്റർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയർ സെക്ഷനിൽ ക്രോസ് ഓവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ളൊരു കേൾക്കുന്ന രീതി ഇതും ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കാൻ മതി. അപ്പോൾ ഇത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹെഡ്ഫോൺ വെച്ച് കേട്ടുപോകും. ഓക്കെ, കണ്ടോ? വ്യത്യാസമല്ല, ഇത് ഡബിൾ സൈഡാണ്. ഓക്കെ, ഇതാണ് ഓപ്പൺ ബാഫിളിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നത്.